ഈ ചിത്രത്തിൽ കാണുന്നത് 90കളിലെ ഞങ്ങൾ കളിച്ചു വളർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയം ഗവൺമെന്റ് ഹൈസ്കൂൾ പെരിങ്ങോട്ടുകുരിശി. ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 1 ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുകയാണ്. 92 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു വട്ടം കൂടി. ഓർക്കാൻ പലതും, ഓർത്തിരിക്കാൻ പലതും, ഓർമ്മിക്കാൻ പലതും. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും ദയാലിതേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും ദയാലിതേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗീതമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗീതമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഒരുമാതിരി ഫീലാവും. കാരണം ഫീൽ വന്നാൽ എല്ലാവരും കാണുമ്പോൾ എനിക്ക് സങ്കടമോ സന്തോഷമോ ഒന്നും അറിയുന്നില്ല, എന്താ പറയുന്നത് അറിയില്ല. ഭക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും രണ്ട് നമ്മള് 92 ഇപ്പോൾ ഏകദേശം 35 വർഷമായി. 35 വർഷത്തില് 7 വർഷമല്ല, അതിന് മുമ്പ് 10-12 വർഷം മുമ്പ് ഞങ്ങള് ചെറുപ്പം തൊട്ടേ ഞങ്ങള് കരു, കൃഷ്ണ, ഉദയൻ, പിന്നെ മോഹൻ, നമ്മുടെ രാമ, ബിജു, ഞങ്ങളെല്ലാവരും ഗ്രൂപ്പാണ്. ചെറുപ്പോട്ടെ പറയുമ്പോ ഭയങ്കര ഞങ്ങൾ ഒരുമിച്ചാണ് ചെറുപ്പം തൊട്ട്. അപ്പൊ ഈ ഒരു 12 വർഷം മുമ്പ് ഞാൻ ഒരു സംഭവം ചെയ്താൽ എനിക്ക് ഭയങ്കര ആഗ്രഹം എല്ലാവരും കാണാൻ, പഠിപ്പിച്ച എല്ലാവരും കാണാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. കാരണം ഷീബയും സബീനയും അത് അതിന് കുറെ കാലമായിട്ട് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ കൂടെ അവരെയും ആഡ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വേറെ ആരും നമ്പർ കിട്ടുന്നു, ഇതൊക്കെ എവിടെ പറ്റായി. കാരണം അന്ന് വാട്സപ്പിൽ ഒന്നുമില്ല. പിന്നെ അതൊക്കെ ഒഴിവാക്കില്ല. ഇന്നിങ്ങനെ കടന്നു ആലോചിച്ച് പെട്ടെന്നാണ് ഒരു 4 മാസം മുമ്പാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കാമല്ലോ എന്നുള്ള ആ സന്തോഷത്തിന് ഞാൻ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഉണ്ടാക്കി ഓരോരുത്തരുടെ നമ്പറായിട്ട് കിട്ടി തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ കോട്ടായി വില്ലേജ് ഓഫീസിൽ വന്നു. കൃഷ്ണാസനെ അവനെ കണ്ടു. അവനാണ് മിനിമോളെ പറ്റിപ്പെട്ടത്. മിനിമോള് അവിടെ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് അവിടെ നമ്മൾ കാണിച്ചു. അപ്പൊ ഓക്കെ എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർക്കാം. പിന്നെ അവിടെ ഒരാളെ നമ്മൾ തന്നു, പിന്നെ ഷീമ തന്നു, അനിത തന്നു. അവിടെ കുടുംബക്കാരെ സംസാരിച്ചു വന്നു. ഇപ്പൊ ഭാഷ ഞങ്ങൾക്ക് അറിയില്ല, സംസാരിച്ചു വന്നു. പിന്നെ രണ്ടുപേര് ജമീന വന്നിട്ടില്ല, ബി പാർട്ടിന് വന്നിട്ടില്ല. ബി പാർട്ടിന് സുഷമയുടെ നമ്മൾ സുഷമ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വസന്തയൊക്കെ അവള് പിന്നെ ഗെയിംസിലൊക്കെ ഉണ്ടായിരുന്നു. ബിന്ദു അവള് 4ാം ക്ലാസ്സിൽ ഞങ്ങളെ 1 തൊട്ട് 4 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. മഞ്ചോളി അവിടെ ടീച്ചറാണ്. അവർ സ്കൂൾ
വരുമോ? അപ്പൊ അങ്ങനെ ഓരോരുത്തരെ കൂട്ടിച്ചേർത്തു. പിന്നെ രാജകുമാർ ടീച്ചർ, നമ്പി മാഷ് ടീച്ചർ ഫേസ്ബുക്കിലുണ്ട്, രമൺ ടീച്ചറുണ്ട്, സ്വപ്ന ഞാൻ എടുത്തു നടന്നാണ് അവളെ ടീച്ചർമാർക്ക് സ്വപ്ന. അങ്ങനെ ഓരോരുത്തരെ നമ്പർ കിട്ടി. രമൺ ടീച്ചർ, രാജകുമാർ ടീച്ചറാണ് മാറ്റൊക്കെ നമ്പർ തന്നത്. മാഷ വിളിച്ച് കിട്ടുന്നേക്കില്ല. ഞാൻ ഇന്നലെ രാത്രി കൂടി ടീച്ചറെ വിളിച്ച് പരാതി പറഞ്ഞു. അങ്ങനെ മാഷ എല്ലാവരെയും നമ്പർ കിട്ടി. അപ്പോ സന്തോഷം എല്ലാവരും വന്ന് ചേർന്നത്, എല്ലാവരെയും കാണാൻ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഒരുപാട് അറിയാം. നമ്മളിപ്പോ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഞാൻ പത്തിലാണ് പഠിച്ചിട്ടുണ്ടായത്. താമസം കാരണമാണ് അവിടെയാണ് പ്രവീൺ കുമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ബിസിനസ്സാണ്. BJP ഞാൻ 10 എപ്പിലായി. ഞങ്ങൾ പെൺകുട്ടിയാണ്, നാട്ടിൽ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ 9 മാറി 2 നമ്മുടെ 400 മീറ്റർ 100 മീറ്റർ അതിന് മുൻപന്തി തന്നെ എല്ലാവരോടും നമുക്ക് സാധിക്കില്ല. കേക്ക് കട്ട് ചെയ്യാൻ പോകണം. ഓക്കെ അല്ലേ? ഓക്കെ.
മുറിച്ചതൊക്കെ എടുത്തോളാം, മുറിച്ചതൊക്കെ എടുത്താ. കാരണം അതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കുട്ടികൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വർത്താനം പറയുന്നു, ഓരോന്ന് എടുക്കുന്നു, ഒന്ന് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങനെയാ വേണ്ടത്. ഇവിടെ ഞാനാണ് ഏറ്റവും പ്രായം കൂടിയെന്ന് ഞാനൊന്നും പറയാൻ വയ്യ. വാസനാണ് വാസനാണ് ഏറ്റവും പ്രായം കൂടിയത്. ഞാൻ 1983 മുതൽ ഇവിടെ അടുത്ത സ്കൂളിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് കുട്ടികളും സ്ഥലം വളർന്നു വരുന്നത്. അന്ന് ഞാൻ പേര് മാറ്റാൻ വേണ്ടി SL വിജ്ഞാനം ചെയ്തു. സുധേർ എന്നുള്ള പേര് സുധാകരൻ. അപ്പൊ ഇപ്പൊ എന്റെ പേര് സുധാകരൻ. അപ്പൊ ഇന്നലെ സുധാമാസം നാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ സുധമാഷെന്ന് വിളിക്കുള്ളൂ. അവസാനത്തെ സ്കൂളൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ സുധാകരൻ ആ പേര് പറഞ്ഞു. അതൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂട്ടായ്മയിലെ പങ്കെടുപ്പിച്ചതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം. അത് പറയാനുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കൊടുത്തില്ല, ഇതിനെപ്പറ്റിയൊന്നും അധികം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഈ കൂട്ടായ്മ നിലനിർത്തുക മാക്സിമം. അപ്പൊ ഈ കൂട്ടായ്മയും കൂട്ടുകയും പറയുന്ന സൗഹാർദ്ദവും നിങ്ങൾ നിലനിർത്തുക. അപ്പോ അങ്ങനെ കൂടി കാണാനുള്ള ഒരു അവസരം ഉണ്ടായതിൽ വളരെയേറെ ഞങ്ങൾക്ക് ഇനി ഇതിനുള്ള സാധ്യതകൾ അത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇനിയും ഇതുപോലെ കൂടിച്ചേരലുകൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സമ്പത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എവിടെ ചെന്നാലും ആ ടീച്ചർ പഠിപ്പിച്ചെന്ന് പറയുന്നത് അല്ലെങ്കിൽ എവിടെ ചെന്നാലും കാണാറുള്ള ഒരു സത്യമാണ്. എനിക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ നിങ്ങളെ എന്റെ സമ്പത്തായിട്ട് ഞാൻ ഞാനിപ്പോൾ കാണുന്നത്.
അപ്പൊ അത് തന്നെയാണ് എൻ്റെ ഓരോ കുട്ടികളെയും നമ്മൾ ഓർക്കണം, പഠിപ്പിക്കുന്നതിനാൽ കൂടെ അവരുടെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകുന്നത്, അവരെ കലാപരിപാടികൾ കൊണ്ടുപോകുന്നത്, സ്പോർട്സിൽ കൊണ്ടുപോകുന്നത്, അങ്ങനെ അവരെ വീട്ടുകാരും കൊണ്ടുപോയി അവിടെ ടീച്ചർ പോകുന്നുണ്ടോ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ കൂടുതൽ എല്ലാവരോടും ആ രീതിയിലുള്ള അടുപ്പാണ് കൂടുതൽ. പിന്നെ അത്യാവശ്യം നല്ല അടി എന്താ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രകാശൻ ഈ സ്കൂളിൽ പഠിച്ചതാണ് എന്നത് ഇന്നാണ് എൻ്റെ അറിവ്. കാരണം എന്താ വെച്ചാൽ ഒരേ അമ്പലത്തില് ഒറ്റ തൊന്നിന്ന് അയാൾ മഴ കൊടുത്ത് ഞാൻ മഴ കൊടുത്ത് തൊടുന്ന ആളുകളാണ്. ഇത് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഇവിടെ പഠിച്ചാണ്, ഇയാൾ ഇവിടെ പഠിച്ചതാണ് എന്നത് ഇടനാഴി ഒരു ജാലകം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ ഏതോ രാഗഗാനം നിന്നെ കുടിച്ചേർക്കും നാളണഞ്ഞു ഏതോ രാഗഗാനം നിന്നെ കൊതിച്ചേർക്കും നാളണഞ്ഞു നീയരുളും സ്നേഹം ഒരു മാന്തളിലായെന്നും നീയരുളും സ്നേഹം ഒരു മാന്തളിലായെന്നും തഴുകും നീ എന്നും എന്നുള്ളിൽ ഈണം പാടും വീണ കണ്ണിന് നാള കൂട മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം വീണ്ടും നിന്റെ തേടും ഞാനൊരു മലരമ്പി നോവറിഞ്ഞു വീണ്ടും നിന്നെ തേടും ഞാനൊരു മലരമ്പി നോവറിഞ്ഞു ഏതിരുളിൻ താരം പ്രിയ സാന്ത്വനമായി എന്നിൽ ഏതിരുളിൻ താരം പ്രിയ സാന്ത്വനമായി എന്നിൽ തെളിയുന്നു മുത്താണേ കൂവാണേ സ്വപ്നം തേടും രൂപം നീ വരുവോന കുറുക്കും മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ തങ്കത്തോണി തേന്മലയോരം കണ്ടേ കാലക്കൊണ്ടേ വായ്ക്കാവടിയും കണ്ടേ നിന്നെ വാഴ്ത്തുന്നു വാനം മണ്ണിലെ കിളി പൈതനും മൂലം തന്റെ മുഖം തെന്നലും ഇന്നിതാ നിൻപ്രഗീതം ഈ പ്രപഞ്ച ഹൃദയവീണേ ഭാവഗായക ആത്മസൗന്ദര്യം
കഴിഞ്ഞ ഇത് ഇനി എഡിറ്റ് ചെയ്യണല്ലോ. ആ ഇത് ശരിയില്ലട്ടാ. എന്തെങ്കിലൊക്കെ വായിലിട്ട് നല്ല പോളിംഗ് അല്ല, അവനവന്റെ വയറാണെന്ന് വിചാരിക്കുന്നത്. അവനവന്റെ വയറാണ് വിചാരിക്കുന്നത്. നല്ല പരിചയമാണ്. അയ്യോ എന്റെ മാനസ സുഗന്ധം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിന് പോലും നാണം വല്ലാത്ത നാണം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിന് പോലും നാണം വല്ലാത്ത നാണം നീ ഒരു വസന്തം
എന്റെ മാനസ സുഗന്ധം ഏണനീർമിഴി പോയ ജന്മവും എന്റെ ഉള്ളിൽ നീ മന്ദഹാസമായി ഏണനീർമിഴി പോയ ജന്മവും എന്റെ ഉള്ളിൽ നീ മന്ദഹാസമായി മധുമാസരാഗമല പൂത്തു മണിവീണ ഗാനമഴ തൂകി മധുമാസഗാനമഴ പൂത്തു മണിവീണ ഗാനമഴ തൂകി നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിന് പോലും നാണം വല്ലാത്ത നാണം കാറ്റിലാടുമേ കാട്ടുകൂവിലൻ മൂകമാനസം വീണലിഞ്ഞു പോയി കാറ്റിലാടുമേ കാട്ടുകൂവിലൻ മൂകമാനസം വീണലിഞ്ഞു പോയി ഒരു പൂവിലെ മനക്കാരി മോഹമണി പോലെ ഒരു പൂവിലിന്തുലക പോലെ മനക്കാരിൽ മോഹമണി പോലെ നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിന് പോലും നാണം വല്ലാത്ത നാണം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം